കൊല്ലും. അതേ ദിവസവും തൊല്ല എന്നെ ഇവർ കൊല്ലും. ക്യാൻസർ മൂലം രേണു സുധി മരിച്ചു എന്ന് കേൾക്കുന്നതിനെക്കാട്ടി ക്യാപ്ഷൻ നിങ്ങൾക്ക് വരും, ഷെഫീന ബീബി കൊല്ലപ്പെട്ടു. നമസ്കാരം. ഷെഫീന ബീവിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. വിഷയം രേഷ്മ പി തങ്കച്ചനുമായി ബന്ധപ്പെട്ട് രേണു സുധി എന്ന വ്യക്തിയെ സംബന്ധിച്ച്. അവരെന്നെ കൊല്ലും എന്നാണ് അവർ ഭയപ്പെടുന്നതും പൊതുജനത്തോട് പറയുന്നതും. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ സംഭവങ്ങൾക്കൊന്നും തന്നെ കാരണക്കാരായിട്ട് യൂട്യൂബേഴ്സ് അല്ല മുമ്പോട്ട് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം പൊതുസമൂഹം അറിയണം. ഈ സംഭവങ്ങൾക്കൊക്കെ തന്നെ രാഷ്ട്രീയ ഇടപെടൽ പോലെ തന്നെയുള്ള ചില കൺകെട്ട് വിദ്യകൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വിഷയത്തിൽ നേരത്തെ ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചന് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കുറേ നെഗറ്റീവ് ഇമേജുകൾ അവരന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ പോയത്. ഇപ്പോൾ ഇതേ പറയുന്ന സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിലെ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് തനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടതെന്ന് പറഞ്ഞ് വലിയൊരു വിവാദം ഉണ്ടാക്കി ആ ഹോസ്പിറ്റലിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ എങ്ങനെയോ സംഭവം പുറത്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇവർ രഹസ്യമായിട്ട് വീഡിയോ ചെയ്യിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്ത ആളിനെ ഒന്നും ഞാൻ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞു നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്. ഇനി അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ പറയാതിരിക്കട്ടെ, അത് വേറെ വിഷയം. എന്തായാലും ഈ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കും എനിക്ക് എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള അറിവ്. തൊട്ടടുത്ത ദിവസം എനിക്ക് ഈ പറഞ്ഞ അസുഖമാണെന്നും പറഞ്ഞ് ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചൻ വരുന്നു. ഇത് പൊതുസമൂഹമാണോ ഇതിൻ്റെ കാരണക്കാർ? അല്ല. അതിനുശേഷം അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള എല്ലാ നടപടികൾക്കും കാരണം ഷെഫീന ആണെന്ന് പറഞ്ഞിട്ടാണ് അവർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഈ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ റീൽസാക്കി ഇടുകയും അതിനെയെല്ലാം തന്നെ 52-ാമത്തെ വയസ്സിൽ IVF വഴി ഗർഭം ധരിച്ചിട്ട് ആ ഗർഭത്തെ ആഘോഷിക്കുകയും അതെങ്ങനെ 52-ാമത്തെ വയസ്സിൽ നോർമൽ ഗർഭം ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയൊക്കെ വൈദ്യശാസ്ത്രം വളരെയേറെ വികസിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളൊരു ഫേസ്ബുക്കിൽ എനിക്കൊരു ലൈവ് ഇട്ടിരുന്നു. ലൈവല്ല, ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഹ്യൂമൻ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന ബുക്ക് കിട്ടും, ഹ്യൂമൻ എൻസൈക്ലോപീഡിയ. അത് വായിച്ചു നോക്കിയാൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എയ്ഡ്സ് വരെയുള്ള എല്ലാ അസുഖങ്ങളും പകരുന്നത് എങ്ങനെയാണെന്നും അതൊക്കെ ഏതൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാകും, എത്ര കാലയളവിലാണ് ഇത് ഉണ്ടാകുന്നതെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അസുഖം വന്ന്, ഉദാഹരണം ഷുഗർ വന്നാൽ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന അസുഖത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വൈദ്യശാസ്ത്രത്തിന് അറിയാം. അത് പൊതുമണ്ഡലത്തിലുണ്ട് എന്നുകൂടി അയാൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്നെ മുതിർന്ന പത്രപ്രവർത്തകനെന്ന് ഞാൻ സ്വയം എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം അറിയാൻ വേണ്ടി പറയാം. 14-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ പൊതുവേദികളിൽ മണിക്കൂറുകളോളം നിന്ന് സംസാരിച്ചിട്ടുള്ള ആളാണ്. കലാപരമായ കാര്യങ്ങളാണ് എന്ന് മാത്രം. അതിനുശേഷം എഴുത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ പ്രമുഖമായ 1-2 വാരികൾ സ്ഥിരമായി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിലെ തന്നെ എക്കാലത്തെയും നന്നായിരുന്ന ഒരു പൊളിറ്റിക്കൽ മാഗസിനിൽ അതിൻ്റെ ജില്ലാ ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലുള്ളൊരു പത്രത്തിലും കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലെല്ലാം ഉപരി മറ്റു പല സമയങ്ങളിൽ പല പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ മുതിർന്നതെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ ഏജ്ഡായിട്ടുള്ള ആളാണെന്ന് വിചാരിച്ചൊക്കെ ആയിരിക്കും ആ പറഞ്ഞ ആൾ പറഞ്ഞത്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഷെഫീന ബീവിയുടെ മാപ്പ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കുകയാണ് അവളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. സ്വന്തം ഭാര്യ എടീന്ന് വിളിക്കുന്ന പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരാളും അങ്ങനെ സ്വന്തം ഭാര്യ എടീന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം നിങ്ങൾക്ക് അതുകൂടി പറഞ്ഞുതരാം. 25 പെണ്ണും ചെറുക്കനും തമ്മിലുള്ള പ്രായ അന്തരം വർഷങ്ങളായി പറയുന്നുണ്ട്. സ്ത്രീ പുരുഷനേക്കാൾ ഇത്ര വയസ്സിന് ഇളവ് ആകണമെന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെയും 18 വയസ്സുള്ള പെൺകുട്ടിയുടെയും ചിന്താഗതി ഏകദേശം ഈക്വലാകും, എങ്കിലേ കുടുംബ ബന്ധം ശരിയായി പോവുകയുള്ളൂ. 18 വയസ്സുള്ള പെൺകുട്ടി ചിന്തിക്കുന്ന എപ്പോഴും 28 വയസ്സോ 25 വയസ്സോ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കുന്ന പോലെയാണ്. പുരുഷൻ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്ത്രീ 9 കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളാണെന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഇല്ലെങ്കിൽ ലോകപ്രശസ്ത ലൗബലിയ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീ അടിമ ആണെന്നോ അല്ലെ സ്ത്രീ ആയതുകൊണ്ട് അവരുടെ മാപ്പ് പറയുന്നൊന്നുമില്ല. ഞാൻ അവരുടെ മാപ്പോ ക്ഷമയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അന്തസ്സാണ്. അത് നിങ്ങൾക്ക് അവരോടുള്ള വ്യക്തിബന്ധത്തിൻ്റെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തല്ല ഞാനത് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു സ്ത്രീയോട്, മറ്റൊരു സ്ത്രീയോട്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഫോൺ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയോട് എനിക്ക് തോന്നിയ ഒരു ആദരവ്, സ്ത്രീത്വത്തോടു കൂടി ആദരവാണത്.
ആ വ്യക്തിയെ പറ്റിയല്ല, വ്യക്തിയല്ല, ആ സ്ത്രീത്വം, അവരിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവിനെയാണ് ഞാൻ ആദരിച്ചത്. അതിനെനിക്ക് യാതൊരു മടിയില്ല എന്നുകൂടി മനസ്സിലാക്കണം. പിന്നെ അതിൻ്റെ പാലെ പിടിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കണ്ട. നെഗറ്റീവ് ആണ് ഈ പറഞ്ഞ വാർത്തകൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൂടി നിങ്ങൾ ഓർക്കണം. അത് ഈ റീൽസ് ചെയ്യുകയും റീൽസിലൂടെ പണം സമ്പാദിക്കുകയും പൊതുജനത്തിന് മുമ്പിൽ മറ്റുള്ളവരെ തെറി പറയുകയും എന്തും പറയാമെന്ന രീതിയിൽ വരുന്ന എല്ലാ റീൽസ് കുട്ടപ്പിമാരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇതുതന്നെയാണ്. നിങ്ങളെ പേടിച്ചിട്ടല്ല മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കാത്തത്. അവർ നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും എന്നൊറ്റ കാരണം കൊണ്ടാണ് അവർ ഇത് പുറത്തു പറയാത്തത്. റിയാക്ഷൻ വീഡിയോ ചെയ്ത് എത്രയോ പേർ റിയാക്ഷൻ വീഡിയോ ചെയ്തു ആ വീഡിയോ വെച്ചിട്ട്. അതാണല്ലോ നിങ്ങളതിനെ ഇതായിട്ട് പറഞ്ഞത്. ഒരു രോഗി, പൊതുസമൂഹം രോഗിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അവർക്ക് രോഗമുണ്ടെന്ന് വ്യക്തമാക്കണം. ആ രോഗം ഇങ്ങനെയൊന്നും അല്ല കൊണ്ടുവരേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം നിങ്ങൾക്കറിയാവോ? ഈ റീൽസുകളും മറ്റു കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചൻ തന്നെ ആൾക്കാരിങ്ങനെ ICUവിൽ എങ്ങനെ പോയി ഇവർ സീമാജി നായർ സർ മാഡം കയറിയെന്ന് പറഞ്ഞ സമയത്ത് സഹീർ കണ്ണൂർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പരാതി കൊടുത്ത സമയം തൊട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോ വരെ ആ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അത് പരാതി സ്വീകരിച്ച് അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. അവിടെ തൊട്ട് അദ്ദേഹമായിട്ട് ഏകദേശം 15-20 മിനിറ്റോളം ഞാനത് വിശദമായി സംസാരിച്ച ശേഷമാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഇതിങ്ങനെ പ്രചരിച്ചു വന്നത്. മറ്റൊരു ബില്ലിൻ്റെ ഒറിജിനാലിറ്റിയെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനൊക്കെ എനിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട് അക്കാര്യത്തിൽ. കാരണം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ബില്ലടിക്കുന്ന സമയത്ത് അത് എങ്ങനെ പുറത്തേക്ക് വരുന്നു, അതിൻ്റെ ഫോണ്ട് എന്തായിരിക്കുന്നു, ഫോണ്ടിൻ്റെ രീതി എന്തായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാൻ പറ്റും. അത് വിവരമുള്ള ഒരാൾ പരിശോധിച്ചാൽ അതെന്താണെന്നുള്ള മനസ്സിലാകുമെന്ന് മാത്രമേ ഇപ്പോഴും അതിനകത്ത് പറയുന്നുള്ളൂ. ഇങ്ങനെ അതൊക്കെ പ്രൊമോഷൻ വീഡിയോകളായിരുന്നു, അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോകൾ. അവരെ സപ്പോർട്ട് ചെയ്തോളൂ നിങ്ങൾ. പക്ഷേ ആരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും എതിർഭാഗത്ത് നിൽക്കുന്ന സത്യം വിളിച്ചു പറയുന്നവരെ ക്രൂശിക്കാനുള്ള നടപടിയായിട്ട് പോകരുത്. നെഗറ്റീവ് ഇമേജും നെഗറ്റീവായ പ്രശ്നങ്ങളും നിങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിക്കുന്നത്. അതല്ലാതെ ഒരാൾക്കും ഈ പറഞ്ഞ വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാളിനോടും കേരളത്തിലെ അനാഥാലയങ്ങളുടെ നടത്തിപ്പുകൾക്ക് അതിനകത്ത് അഴിമതി നടക്കുന്നത് വിളിച്ചു പറഞ്ഞ ഒരാൾ ഞാൻ മാത്രമാണ്. വ്യക്തമായി പറഞ്ഞിട്ടുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞ സമയത്ത് എനിക്കൊരു ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഞാൻ വകവെക്കുന്നില്ല എന്നുള്ള കാര്യം. ഏറ്റവും അവസാനം ഞാൻ നിർത്തിയത് ആരോ പറഞ്ഞാൽ പേടിച്ചിട്ട് ഒന്നുമല്ല, എനിക്ക് പറ്റിയൊരു എതിരാളി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് പലതും ഞാൻ വിട്ടുകളഞ്ഞിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളോടാണ്. അവരറിയേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യാത്തതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. നെഗറ്റീവ് ഇമേജുള്ള കാര്യങ്ങളൊന്നും തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യില്ല. എൻ്റെ ജില്ലയിൽ തന്നെ നടന്ന പല പ്രശ്നങ്ങളും മുഖ്യധാര മാധ്യമങ്ങൾ അതിനെ വേറെ രീതിയിൽ കണ്ടതിൻ്റെ കാരണം അതാണ്. ഞാൻ അവരോട് തന്നെ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അവരോട് ചേട്ടാ അതങ്ങനെ അല്ലേ, നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും അറിയാമെങ്കിലും പല കാര്യങ്ങളും തുറന്നു പറയാത്തതിൻ്റെ കാരണം അത്ര മാത്രമാണ്. അല്ലാതെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇങ്ങനെ സത്യം വിളിച്ചു പറയുന്നവരെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെയെല്ലാം കൊല്ലാൻ പറ്റും നിങ്ങൾക്ക്? ഇവർ കോക്കസിൻ്റെ കയ്യിലാണ് ഇങ്ങനെയുള്ള പലരും ജീവിച്ചു പോകുന്നതെന്നുള്ളതാണ് പരോക്ഷമായി നമുക്കിനെ പറയേണ്ടത്. വലിയ വേദനയും മാനസികമായ തകർച്ചയും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് എനിക്കറിയാം. 10 ഒരാൾക്കെങ്കിലും ക്യാൻസർ ഇല്ലാത്തവരില്ല എന്നുള്ളതാണ്. ക്യാൻസർ സെല്ല് എല്ലാവരുടെയും ശരീരത്തുണ്ട്. അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും നമ്മുടെ ബ്ലഡിൽ ഒരു ശകലം അഴുക്ക് പറ്റിയാൽ തീരാവുന്ന അസുഖങ്ങളേ ഉള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ ബോഡി എല്ലാ വർഷവും ചെക്ക് ചെയ്തതിന് അപ്പുറത്തേക്ക് ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് സെയിം ഡേയിൽ ചിങ്ങമാസം 1-ാം തീയതി ബൈപ്പാസ് നടത്തിയ ആളാണ് ഞാൻ. അപ്പോൾ എത്രമാത്രം ഞാൻ ഈ ആരോഗ്യരംഗത്തെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുള്ളത് നോക്കണം. എന്ന് വെച്ചാൽ ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് ആ വർഷം ആ ഹോസ്പിറ്റലിലെ CCUവിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഞാൻ വളരെയേറെ ആഴത്തിൽ പഠിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഈ പറയുന്ന മിക്കവാറും ഈ പോയ വഴികളിലുള്ള തന്നെ ഹോസ്പിറ്റലുകളുമായി എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അന്നേ ഇതിനെപ്പറ്റി ഞാൻ അവരുടെ CEO എന്നോട് ഞാൻ സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹം അത് വിട്ടുകളമോനെ എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അന്നേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈ സംഭവം ഈ വ്യക്തിയുമായതുകൊണ്ടാണ് അന്ന് ഞാൻ അത് വീഡിയോ ആയി ചെയ്യാനെന്ന് കൂടി ഇതിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്തോ മറ്റൊരാളെ അറ്റാക്ക് ചെയ്തോ വീഡിയോ ചെയ്യുന്നതിനൊക്കെ നല്ലത്. അതുകൊണ്ട് റീച്ച് കിട്ടുകയോ കൈയടി കിട്ടുന്നെങ്കിൽ ഒരു കാര്യം ഓർക്കണം, സത്യം അധികകാലമൊന്നും ആർക്കും മൂടി വെക്കാൻ സാധിക്കത്തില്ല. എത്ര നാളിൽ മൂടി വെച്ചാൽ ഇത് പുറത്തു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നാളെ ഒരുപക്ഷെ രേഷ്മ തങ്കച്ചൻ ഈ എൻ്റെ ബില്ലിൽ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വന്നേക്കാം. ആയിക്കോട്ടെ, അവരുടെ അസുഖം മാറട്ടെ. അസുഖം മാറിയ ഒരു പൊതുനിരത്ത് വരട്ടെ, സന്തോഷകരമായി ജീവിക്കട്ടെ. ഒരു 10, 50, 100 വർഷം അവർക്ക് ജീവിക്കാൻ ദീർഘായുസ് ദൈവം കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. രോഗം ആർക്കും വരാമെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആർക്കും ഏതവസ്ഥയിലും. അത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞു.
ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ എനിക്ക് അത് ആ ബ്ലോക്കും കൊണ്ട് നടക്കാമായിരുന്ന ഒരു രീതിയായിരുന്നു. കാരണം ഞാനത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അപ്പോൾ തന്നെ സെയിം ഡേയിൽ തന്നെ പോയി ബൈപ്പാസ് നടത്തിയ വ്യക്തിയാണ് ഞാൻ. അങ്ങോട്ട് പോയി ഡോക്ടർമാർ പറഞ്ഞ് ഞെട്ടിപ്പോയി. മരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പോരെയെന്ന് ചോദിച്ചപ്പോൾ അല്ല, സെയിം ഡേ എനിക്ക് കിട്ടിയ മെഡിക്കൽ ഉപദേശം അതായിരുന്നു. 1 മണിക്കൂറിൽ എനിക്ക് അങ്ങനെയുള്ള നിർദ്ദേശം കിട്ടി. ഞാൻ അപ്പോൾ തന്നെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് രോഗം എന്താണെന്നും രോഗം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നും ആശുപത്രിയിൽ കഴിയുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണാൻ പറ്റുമെന്നും ആരൊക്കെ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുമെന്നും ഒക്കെ എനിക്കറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് രേഷ്മ ടി തങ്കച്ചിനെ മോശപ്പെടുത്താനൊന്നുമല്ല പറഞ്ഞ്, കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് കാശടിക്കുന്ന ഒരു വിഭാഗം ഇവരെ പോലെ തന്നെ പലരും ഉണ്ട്. റീൽസ് ഇട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും ചിന്തിക്കരുതാരും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ വൈദ്യശാസ്ത്രപരമായ അറിവുള്ളവരായിരിക്കാം. എന്നെ കേൾക്കുന്ന ഡോക്ടർമാരുണ്ട്, അവർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വിരൽത്തുമ്പിൽ നിന്നോ കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ആണ് ഈ സമൂഹത്തിൽ നിന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ എൻ്റെയും വീട്ടിലൊരു കൊച്ചു കുഞ്ഞ് 7 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് മോളെ ഇത് അല്ലെങ്കിൽ മോനെ ഇത് എടുത്തു തരാൻ പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ള അവൻ എടുത്തു തരും. അവന് അതിനുള്ള എല്ലാ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജനത്തെ വിഡ്ഢിയാക്കാൻ എന്ന് ഈ കാര്യം സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് അടിവരയിട്ട് പറയുന്നു, എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയോട് വ്യക്തിവൈരാഗ്യമോ ഒന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നും ചെയ്യുവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനത് അപ്പം തന്നെ എതിർക്കുകയും ചെയ്യും. ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരോട്, ഞാൻ പറഞ്ഞ ഷഫീന ബീവിയോട് എനിക്കുള്ള ആദരവ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾക്ക് അവരെൻ്റെ ഒരു തെറ്റ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുത്ത ഒരു മറുപടിയാണത്. അതിനെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയോ മറ്റൊന്നും വേണ്ട. ഒരു കൊട്ടേഷനോ ആരുടെയും ഞാൻ എടുക്കാറില്ല.